തന താനന തന്നാനെ തന്നാരോ അടയല്ലേ ഒലയണിക്ക് എല്ലില്ലാരോ 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 തന താനന തന്നാനെ തന്നാരോ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ എന്റെ പൊന്നളിയാ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. എന്റെ എത്ര ആൽബം പൊട്ടിയാലും എനിക്ക് വിഷയമല്ല. എന്റെ പാപ്പ ഉണ്ടാക്കിയിട്ടേക്കല്ലേ. പിന്നെ പോരാ, ഇപ്രാവശ്യം എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ റീൽസിൽ മാത്രമല്ല ഭയങ്കര റീച്ച് ആയിട്ടുള്ളത്. അവൾ അതുകൊണ്ട് ഒരു ആൽബം എടുത്ത് അവളെ റീച്ചാക്കി അതിലൂടെ എനിക്ക് സിനിമാ നടിയാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കിടിൽ ഒരു മ്യൂസിക് ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി ഒരു കിടിൽ ആൽബം എന്ന് ട്യൂൺ ചെയ്ത് തരുമെന്നാ പറഞ്ഞ് വലിച്ചു കിടക്കുന്നു. ഏയ് എന്താണാടാ ഇത്? എന്താ ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടപ്പോൾ കയറി കിടന്ന് ഉറങ്ങിയാ വന്നിട്ട് 2 ആഴ്ചയായി ഇതുവരെ നീ എനിക്കൊരു ട്യൂൺ തന്നിട്ടില്ല. അങ്ങനെ തരാതിരുന്നു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയോ? നിനക്ക് 10 പൈസ വണ്ടിക്കൂലി തരത്തില്ല. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. നീ ഇവിടെ ഇങ്ങനെ നടന്ന് 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 നിന്റെ 2 തുടയും ഉറഞ്ഞ് തീ കത്തി നീ നിന്ന് കത്തും. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലാട്ടോ. എനിക്ക് മനസ്സിലായി. നൈസിന് നീ എല്ലാം വിളിച്ചില്ലേ? എന്റെ ഗതികേട് കൊണ്ടാണ് നിന്റെ ഈ പറച്ചിലെല്ലാം കെട്ടിയാ കിടക്കുന്നത്. എനിക്കൊരു പുതിയ ട്യൂൺ തടാ. നീ ട്യൂൺ തരാന്ന് പറഞ്ഞാൽ ഞാൻ അടക്കിയെടുത്ത് മടി വെച്ചിരിക്കുന്നവർക്ക് വെച്ചിരിക്കുമല്ല ട്യൂണ്. ഇതൊക്കെ ട്യൂൺ വരണമെന്നുണ്ടെങ്കിൽ ഒരു മൂഡാണ്. 2 എണ്ണം അടിക്കുവാണെന്നുണ്ടെങ്കിൽ മൂഡ് ഇങ്ങനെ ചറപറ ചറപറാന്ന് വരും. അത് നേരത്തെ പറയണ്ടേ? ഇതൊക്കെ എവിടെ കൊണ്ട് പാത്ത് വെച്ചിരിക്കുന്നത് തെരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോച്ചൊക്കെയാണല്ലേ പാത്ത് വെച്ചിരിക്കുന്നത്. കള്ളൻ കോച്ചിന്റെ കുപ്പിക്കകത്ത് കട്ടറമ്മോ. നീ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പഴയ സാധനം എടുത്ത് പുതിയതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടിച്ചോണ്ടിരിക്കല്ലേടാ. ഇതൊക്കെ അടിച്ചാ മതി. സത്യം പറഞ്ഞാൽ നീ സംഗീത ലോകത്തിൽ ഒരു ആക്രി കച്ചവടക്കാരനാണ്. അങ്ങനെ നീ പറയൊന്നും വേണ്ട. എനിക്ക് സംഗീതമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. വേണമെന്നുണ്ടെങ്കിൽ സംഗീതത്തിന്റെ ABCD ഞാൻ പറഞ്ഞു. എന്താണ് നീ കാണിക്കുന്നത്? എടാ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എടാ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരേ സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ നോക്കി കട്ട തപ്പി കറക്റ്റ് ആയിട്ടല്ലേ വായിക്കേണ്ടത്? എടാ അറിയാൻ മേലാത്തമാര് കട്ട തപ്പിയും പിടിച്ചൊക്കെ ചാക്കാപ്പൂക്കാന്ന് വായിക്കും. അറിയാവുന്ന ഞങ്ങളെപ്പോ ഉള്ളവരെല്ലാം കൂടെ ഈ കട്ട എല്ലാവരും ഒരുമിച്ചെടുത്ത് ഇങ്ങനെ ആന്ന് പറഞ്ഞുകൊണ്ട് വായിക്കും. അതാണ് ഞാൻ വായിക്കും. ഒരു മിനിറ്റ് ഫോൺ വരുന്നുണ്ടേ. ഹലോ. ട്യൂൺ ചെയ്യുവാന്നോ? ഇത് നേരത്തെ വീണ സാധനമാണ്. നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ. കുഴപ്പമില്ല, കട്ട് ചെയ്ത് വെച്ചാൽ. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അക്കയുണ്ടേ. അക്കയ്ക്ക് എന്നെ കാണാതിരിക്കാൻ വയ്യ. അപ്പൊ അക്ക എന്നെ തിരക്കി വിളിക്കുന്നത് അതുകൊണ്ട് അക്കനെ നടിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. പറയാൻ പറ്റുമോ? നമ്മള് ഈ അച്ഛനും മകളുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മ്യൂസിക്. അച്ഛനും അമ്മയും ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അച്ഛനും മകളും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്. ഏതാണ്? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അക്കനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അക്കനെയാണ് എനിക്ക്. അക്കനെ ഫോൺ മൂട് കളയാൻ വേണ്ടി ഒരു കാര്യം ചെയ്യ്. നായിക എവിടാന്ന് വെച്ചാൽ നായിക ഇങ്ങോട്ട് പോകും. നായിക കണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നായിക എന്ന് പറഞ്ഞാൽ ആപ്പ് ഇപ്പൊ നായികയല്ല, എന്റെ ഭാര്യയാണ്. അവൾ റീൽസിനകത്ത് മാത്രമേ റീച്ച് ഉള്ളൂ. ഇനി അവള് ആൽബത്തിനകത്തോട് റീച്ച് ആക്കി എനിക്ക് സിനിമ നടിയാക്കി മാറ്റണം. അവളെന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കാൻ വേണ്ടി ഊട്ടി പോയി ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിക്കുക. അത് വേണ്ടിട്ട് വേണം എനിക്ക് നല്ല രീതിയിലുള്ള ട്യൂൺ ചെയ്യാൻ വേണ്ടി. ഇത് ഇവിടെ നോട്ടെ. ഓക്കെ. അതെ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ? നിൽക്കുന്ന എങ്ങനെയുണ്ട്? എടുക്ക് സാധനമല്ലോ. നല്ല നല്ല സൗന്ദര്യമുള്ള ഒരു കൊച്ചാ കേട്ടോ. ഈ കൊച്ചിന്റെ സൗന്ദര്യവും എന്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സംഗീതം കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഈ ആൽബം ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കും. അങ്ങനെ ആവണം. ഇതാണ് നമ്മളെ പുതിയ ആൽബത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ മ്യൂസിക് ഡയറക്ടറെ ജീവനോടെ കാണുന്നത്. നേരിട്ട് കാണുന്നത്. അതെ, പുള്ളിക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞു പെട്ടെന്ന്. എന്റെ ഇൻസ്റ്റാ റീൽസ് ഒന്നും കണ്ടിട്ടില്ലേ? അയ്യോ, ഞാൻ ഈ സംഗീതമായിട്ട് ഇടപെടിക്ക് നടക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റ ഒന്നും
സത്യത്തിൽ കാണാറില്ല. എന്നാലും നിങ്ങളുടെ പേരെന്താണ് ഇൻസ്റ്റയ്ക്കകത്ത്? ഗ്രീഷ്മ _ ഗ്രീച്ചു. അങ്ങനെ ഈ പേരിന് ഈ അണ്ടർസ്കോർ ഇടണം, എങ്ങനെ ഈ റീൽസ് ഒക്കെ റീച്ച് ആവത്തുള്ളൂ. അതെ, എന്റെ പെണ്ണുമ്പിള്ളിക്കും ഉണ്ട് ഈ സാധനം പറഞ്ഞതേ. പക്ഷെ അവൾ അതിട്ടോണ്ടൊന്നും റീൽസ് ചെയ്യാറൊന്നുമില്ല. ഈ അതിട്ടോണ്ട് ഈ റീൽസ് ചെയ്തിട്ട് റീച്ച് ആകാത്ത ഇവിടെ പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ആൽബത്തിനകത്ത് റീച്ച് പൊട്ടാടാ, ഈ സംഭവം അടി വരകൾ. അയ്യോ, വരെയുള്ളത് ഞാനിട്ടിരിക്കുന്നത് 4 ഉണ്ട്. 3 കഴുകിയിട്ട് ഒരെണ്ണം ഇട്ടോണ്ട് പോയി. അതല്ലെന്ന് പേര് കഴിഞ്ഞിട്ടൊരു വര, കഴിഞ്ഞിട്ട് നമ്മൾ ഐഡി. അയ്യോ, അതാ അങ്ങനെ. ഇതൊക്കെ വൃത്തിയായിട്ട് പറയട്ടെ, അതല്ലേ എനിക്ക് മനസ്സിലാകാതെ. അതൊക്കെ ഇടുക, പോട്ടെ, ഇൻസ്റ്റയൊക്കെ പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ആൽബം എടുക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൽബം എടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആദ്യം ഒരു ആൽബം എടുത്തായിരുന്നു. ആണാ? എന്താ അതിന്റെ പേരാണ് ആരോടും പറയരുത്, ആരും അറിയരുത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ പേര് പോലെ തന്നെ ആരും അറിഞ്ഞതുമില്ല, ഞാനായിട്ട് ആരോടും പറഞ്ഞതുമില്ല. നീ അടുത്തും പറഞ്ഞു. അതാണ് രണ്ടാമത് വേറെ ആൽബം എടുത്തായിരുന്നു. അടുത്തിരുന്നോട്ടെ, എന്ന് കയറിക്കോടി. ആൽബത്തിന്റെ പേരാ പറഞ്ഞത്. അടുത്തിരുന്നോട്ടെ. അത് വമ്പ ഹിറ്റ് ആയി കാണുമായിരിക്കും. അല്ല, പിന്നെ ആ ആദ്യത്തെ ആൽബത്തിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടത്. അപ്പൊ അത് പൊട്ടി.